കർത്താവിന്റെ നാമത്തിന് സ്തുതി. ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും. ദയവായി ഷെയർ, സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ബൈബിൾ വാക്യങ്ങൾ. ദിനവൃത്താന്തം 1 പുസ്തകം 7 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 1 ദിനവൃത്താന്തം 7 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഇസഖാരിന്റെ പുത്രന്മാർ തോല, പൂവ, യാശൂബ്, ശിമ്രോൻ ഇങ്ങനെ 4 പേർ. തോലയുടെ പുത്രന്മാർ ഉസി, രഫായാവ്, യെരിയേൽ, ഇൻമായി, ഇബ്സാം, ശെമുവേൽ എന്നിവർ അവരുടെ പിതാവായ തോലയുടെ ഭവനത്തിനു തലവന്മാരും അവരുടെ തലമുറകളിൽ പരാക്രമശാലികളുമായിരുന്നു. അവരുടെ സംഖ്യ ദാവീദിന്റെ കാലത്ത് 22,600. ഉസിയുടെ പുത്രന്മാർ ഇസ്രഹ്യാവ്, ഇസ്രഹ്യാവിന്റെ പുത്രന്മാർ മീഖായേൽ, ഓബദ്യാവ്, യോവേൽ, ഇശ്യാവ് ഇങ്ങനെ 5 പേർ. ഇവരെല്ലാവരും തലവന്മാരായിരുന്നു. അവരോടുകൂടെ അവരുടെ വംശാവലിപ്രകാരം കുടുംബമായി സൈന്യഗണങ്ങളായി 66,000 പേരുണ്ടായിരുന്നു. അവർക്ക് അനേക ഭാര്യമാരും പുത്രന്മാരും ഉണ്ടായിരുന്നു. അവരുടെ സഹോദരന്മാരായി ഇസഖാർ കുലങ്ങളിലൊക്കെയും വംശാവലിപ്രകാരം എണ്ണപ്പെട്ട പരാക്രമശാലികളാകെ 87,000 പേർ. ബെന്യാമീന്യർ ബേല, ബേഖേർ, യെദീയേൽ ഇങ്ങനെ 3 പേർ. ബേലയുടെ പുത്രന്മാർ യദ്സോൻ, ഉസി, ഉസിയേൽ, യെരീമോത്ത്, ഈരി ഇങ്ങനെ 5 പേർ. തങ്ങളുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരും പരാക്രമശാലികളുമായി വംശാവലിപ്രകാരം എണ്ണപ്പെട്ട 20,034 പേർ. ബേഖേറിന്റെ പുത്രന്മാർ സെമീര, യോവാശ്, എലിയേസർ, എല്യോവേനായി, ഒമ്രി, യെരേമോത്ത്, അബിയാവ്, അനാദോത്ത്, ആലേമെത്ത് ഇവരെല്ലാവരും ബേഖേറിന്റെ പുത്രന്മാർ. വംശാവലിപ്രകാരം തലമുറയായി അവരുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരായി എണ്ണപ്പെട്ട പരാക്രമശാലികൾ 20,200 പേർ. യെദീയേലിന്റെ പുത്രന്മാർ ബിൽഹാൻ, ബിൽഹാന്റെ പുത്രന്മാർ യെവൂശ്, ബെന്യാമീൻ, ഏഹൂദ്, കെനയാന, സേഥാൻ, തർശീഷ്, അഹിഷഹാർ ഇവരെല്ലാവരും യെദീയേലിന്റെ പുത്രന്മാർ. പിതൃഭവനങ്ങൾക്ക് തലവന്മാരും പരാക്രമശാലികളുമായി യുദ്ധത്തിന് പുറപ്പെടുവാൻ തക്ക പടച്ചേവകർ 17,200 പേർ. ഈരിന്റെ പുത്രന്മാർ ശുപ്പീം, ഹുപ്പീം, അഹേരിന്റെ പുത്രന്മാർ ഹൂശീം. നഫ്താലിയുടെ പുത്രന്മാർ യഹ്സിയേൽ, ഗൂനി, യേസേർ, ശല്ലൂം. ബിൽഹയുടെ പുത്രന്മാർ മനശ്ശയുടെ പുത്രന്മാർ അവന്റെ വെപ്പാട്ടി അരാമ്യസ്ത്രീ പ്രസവിച്ച അസ്രിയേൽ. അവൾ ഗിലെയാദിന്റെ പിതാവായ മാഖീറിനെയും പ്രസവിച്ചു. എന്നാൽ മാഖീർ ഹുപ്പീമിന്റെയും ശുപ്പീമിന്റെയും സഹോദരിയെ ഭാര്യയായി പരിഗ്രഹിച്ചു. അവരുടെ സഹോദരിയുടെ പേർ മയഖ എന്നു ആയിരുന്നു. രണ്ടാമന്റെ പേർ ശെലോഫെഹാദ് എന്നു ആയിരുന്നു. ശെലോഫെഹാദിന് പുത്രിമാർ ഉണ്ടായിരുന്നു. മാഖീറിന്റെ ഭാര്യ മയഖ ഒരു മകനെ പ്രസവിച്ചു. അവന് പേരെഷ് എന്നു പേർ വിളിച്ചു. അവന്റെ സഹോദരനു ശേരെഷ് എന്നു പേർ. അവന്റെ പുത്രന്മാർ ഊലാമും രേഖേമും ആയിരുന്നു. ഊലാമിന്റെ പുത്രന്മാർ ബെദാൻ. ഇവർ മനശ്ശയുടെ മകനായ മാഖീറിന്റെ മകനായ ഗിലെയാദിന്റെ പുത്രന്മാരായിരുന്നു. അവന്റെ സഹോദരിയായ ഹമ്മോലേഖേത്ത്, ഈഷ്ഹോദ്, അബിയസേർ, മഹ്ള എന്നിവരെ പ്രസവിച്ചു. ഷെമിദയുടെ പുത്രന്മാർ അഹ്യാൻ, ശേഖേം, ലിക്കേഹി, അനീയാം. എഫ്രൈമിന്റെ പുത്രന്മാർ ശൂഥലേഹ്, അവന്റെ മകൻ ബേരേദ്, അവന്റെ മകൻ തഹത്ത്, അവന്റെ മകൻ എലാദ, അവന്റെ മകൻ തഹത്ത്, അവന്റെ മകൻ സബാദ്, അവന്റെ മകൻ ശൂഥലേഹ്, യേസർ, എലാദ. ഇവർ ആ ദേശവാസികളായ ഗത്യരുടെ കന്നുകാലികളെ അപഹരിപ്പാൻ ചെന്നതുകൊണ്ട് അവർ അവരെ കൊന്നുകളഞ്ഞു. അവരുടെ പിതാവായ എഫ്രയീം ഏറിയ നാൾ വിലപിച്ചുകൊണ്ടിരുന്നു. അവന്റെ സഹോദരന്മാർ അവനെ ആശ്വസിപ്പിപ്പാൻ വന്നു. പിന്നെ അവൻ തന്റെ ഭാര്യയുടെ അടുക്കൽ ചെന്നു. അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. തന്റെ ഭവനത്തിനു അനർത്ഥം ഭവിച്ചതുകൊണ്ട് അവൻ അവനു ബെരിയാവ് എന്നു പേർ വിളിച്ചു. അവന്റെ മകൾ ശേര. അവൾ താഴത്തെയും മേലത്തെയും ബേത്ത്ഹോരോനും ഉസേൻ ശേരയും പണിതു. അവന്റെ മകൻ രഫേഹും രശേഫും. അവന്റെ മകൻ തേലഹ്, അവന്റെ മകൻ തഹൻ, അവന്റെ മകൻ ലദാൻ, അവന്റെ മകൻ അമ്മിഹൂദ്, അവന്റെ മകൻ എലീശാമ, അവന്റെ മകൻ നൂൻ, അവന്റെ മകൻ യഹോശൂവ,
അവരുടെ അവകാശങ്ങളും വാസസ്ഥലങ്ങളും ഏവയെന്നാൽ ബേഥേലും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും, കിഴക്കോട്ട് നയരാനും പടിഞ്ഞാറോട്ടു ഗേസേരും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും, ഗസയും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും വരെയുള്ള ശേഖേമും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും, മനശ്ശെയരുടെ ദേശത്തിനരികെ ബേത് ഷെയാനും അതിന്റെ ഗ്രാമങ്ങളും, താനാക്കും അതിന്റെ ഗ്രാമങ്ങളും, മെഗിദ്ദോവും അതിന്റെ ഗ്രാമങ്ങളും, ദോരും അതിന്റെ ഗ്രാമങ്ങളും. അവയിൽ ഇസ്രയേലിന്റെ മകനായ യോസേഫിന്റെ പുത്രന്മാർ പാർത്തു. ആശേരിന്റെ പുത്രന്മാർ യിമ്ന, യിശ്വ, യിശ്വി, ബെരീയാവ്. ഇവരുടെ സഹോദരി സേരഹ്. ബെരീയാവിന്റെ പുത്രന്മാർ ഹേബെർ, ബിർസയീത്തിന്റെ അപ്പനായ മൽക്കിയേൽ. ഹേബർ യഫ്ലേത്തിനെയും ശേമേരിനെയും ഹോഥാമിനെയും അവരുടെ സഹോദരിയായ ശൂബിയെയും ജനിപ്പിച്ചു. യഫ്ലേത്തിന്റെ പുത്രന്മാർ പാസാക്, ബിംഹാൽ, അശ്വാത്ത്. ഇവർ യഫ്ലേത്തിന്റെ പുത്രന്മാർ. ശേമേരിന്റെ പുത്രന്മാർ അഹി, രോഹ്ഗ, യഹൂബ, അരാം. അവന്റെ സഹോദരനായ ഹേലേമിന്റെ പുത്രന്മാർ സോഫഹ്, യിമ്ന, ശേലേശ്, ആമാൽ. സോഫഹിന്റെ പുത്രന്മാർ സൂഹ്, ഹർനേഫർ, ശൂവാൽ, ബേരി, ഇമ്ര, ബേസർ, ഹോദ്, ശമ്മ, ശിൽഷ, യിത്രാൻ, ബേര. യേഥേരിന്റെ പുത്രന്മാർ യഫുന്നെ, പിസ്പ, അര. ഉല്ലയുടെ പുത്രന്മാർ ആരഹ്, ഹന്നിയേൽ, രിസ്യ. ഇവർ എല്ലാവരും ആശേരിന്റെ പുത്രന്മാരായി പിതൃഭവനങ്ങൾക്ക് തലവന്മാരും ശ്രേഷ്ഠന്മാരും പരാക്രമശാലികളും പ്രഭുക്കന്മാരിൽ പ്രധാനികളുമായിരുന്നു. വംശാവലിപ്രകാരം യുദ്ധസേവയ്ക്ക് പ്രാപ്തന്മാരായി എണ്ണപ്പെട്ടവരുടെ സംഖ്യ 26,000 തന്നെ. ദിനവൃത്താന്തം 1 പുസ്തകം 8 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 1 ദിനവൃത്താന്തം 8 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ബെന്യാമീൻ ആദിജാതനായ ബേലയെയും രണ്ടാമനായ അബ്ശേലിനെയും മൂന്നാമനായ അഹ്റഹിനെയും നാലാമനായ നോഹയെയും അഞ്ചാമനായ രഫായെയും ജനിപ്പിച്ചു. ബേലയുടെ പുത്രന്മാർ അദ്ദാർ, ഗേര, അബിഹൂദ്, അബീശുവ, നയമാൻ, അഹോഹ്, ഗേര, ഷെഫുഫാൻ, ഹൂരാം. യേഹൂദിന്റെ പുത്രന്മാരോ അവർ ഗേബ നിവാസികളുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാർ. അവർ അവരെ മാനഹത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. നയമാൻ, അഹിയാവ്, ഗേര എന്നിവരെ തന്നെ അവൻ പിടിച്ചുകൊണ്ടുപോയി. പിന്നെ അവൻ ഹുസയെയും അഹീഹൂദിനെയും ജനിപ്പിച്ചു. ഷഹരയും തന്റെ ഭാര്യമാരായ ഹുശീമിനെയും ബേരയെയും ഉപേക്ഷിച്ച ശേഷം മോവാബ് ദേശത്ത് പുത്രന്മാരെ ജനിപ്പിച്ചു. അവൻ തന്റെ ഭാര്യയായ ഹോദേശിൽ യോബാബ്, സിബ്യാവ്, മേശ, മൽക്ക, യബൂസ്, സഖ്യാവ്, മിർമ എന്നിവരെ ജനിപ്പിച്ചു. ഇവർ അവന്റെ പുത്രന്മാരായ പിതൃഭവനങ്ങൾക്ക് തലവന്മാർ ആയിരുന്നു. ഹൂശീമിൽ അവൻ അബീതൂബിനെയും എൽപ്പയലിനെയും ജനിപ്പിച്ചു. എൽപ്പയലിന്റെ പുത്രന്മാർ ഏബെർ, മിശാം, ശേമർ. ഇവൻ ഓനാവും ലോദും അതിനോട് ചേർന്ന പട്ടണങ്ങളും പണിതു. ബെരീയാവ്, ശേമ. ഇവർ അയ്യാലോൻ നിവാസികളുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരായിരുന്നു. ഗത്ത് നിവാസികളെ ഓടിച്ചു കളഞ്ഞു. അഹ്യോ, ശാശക്, യെരേമോത്ത്, സെബദ്യാവ്, അരാദ്, ഏദർ, മീഖായേൽ, ഇഷ്പ, യോഹ എന്നിവർ ബെരിയാവിന്റെ പുത്രന്മാർ. സെബദ്യാവ്, മെശുല്ലാം, ഹിസ്കി, ഹേബർ, യിശ്മേരായി, ഇസ്ലിയാവ്, യോബാബ് എന്നിവർ എൽപ്പയലിന്റെ പുത്രന്മാർ. യാക്കീം, സിക്രി, സബ്ദി, എലിയനായി, സില്ലാഥായി, എലിയേൽ, അദായാവ്, ബെരായാവ്, ഷിമ്രാത്ത് എന്നിവർ ശിമിയുടെ പുത്രന്മാർ. ഇശ്ഫാൻ, ഏബർ, എലിയേൽ, അബ്ദോൻ, സിക്രി, ഹാനാൻ, ഹനന്യാവ്, ഏലാം, അബ്ദോഥ്യാവ്, ഇഫ്ദേയ, പെനുവേൽ എന്നിവർ ശാശക്കിന്റെ പുത്രന്മാർ. ശംശരായി, ഷെഹര്യാവ്, അഥല്യാവ്, യെരശ്യാവ്, എലിയാവ്, സിക്രി എന്നിവർ യെരോഹാമിന്റെ പുത്രന്മാർ. ഇവർ തങ്ങളുടെ തലമുറകളിൽ പിതൃഭവനങ്ങൾക്ക് തലവന്മാരും പ്രധാനികളുമായിരുന്നു.
അവർ യെരൂശലേമിൽ പാർത്തിരുന്നു. ഗിബെയോന്റെ പിതാവായ യെയീയേലും അവന്റെ ഭാര്യയ്ക്കു മയഖ എന്നു പേർ. അവന്റെ ആദ്യജാതൻ അബ്ദോൻ, സൂർ, കീശ്, ബാൽ, നാദാബ്, ഗെദോർ, അഹ്യോ, സേഖർ എന്നിവരും പാർത്തു. മിക്ലോത്ത് ശിമയെ ജനിപ്പിച്ചു. ഇവരും തങ്ങളുടെ സഹോദരന്മാരോടുകൂടെ യെരൂശലേമിൽ തങ്ങളുടെ സഹോദരന്മാർക്കെതിരെ പാർത്തു. നേർ കീശിനെ ജനിപ്പിച്ചു. കീശ് ശൌലിനെ ജനിപ്പിച്ചു. ശൌൽ യോനാഥാനെയും മൽക്കീശൂവയെയും അബീനാദാബിനെയും യേശ്ബാലിനെയും ജനിപ്പിച്ചു. യോനാഥാന്റെ മകൻ മെരിബാൽ. മെരിബാൽ മീഖയെ ജനിപ്പിച്ചു. മീഖയുടെ പുത്രന്മാർ പീഥോൻ, മേലെക്, തരേയ, ആഹാസ്. ആഹാസ് യഹോവദയെ ജനിപ്പിച്ചു. യഹോവദ അലാമേത്ത്, അസ്മാവേത്ത്, സിമ്രി എന്നിവരെ ജനിപ്പിച്ചു. സിമ്രി മോസയെ ജനിപ്പിച്ചു. മോസ ബിനയായെ ജനിപ്പിച്ചു. അവന്റെ മകൻ രാഫ, അവന്റെ മകൻ എലാസ, അവന്റെ മകൻ ആസേൽ. ആസേലിനു 6 പുത്രന്മാർ ഉണ്ടായിരുന്നു. അവരുടെ പേരുകളാവിത്: അസ്രീക്ക, ബോഖ്രൂം, ഇശ്മായേൽ, യെശര്യാവ്, ഒബേദ്യാവ്, ഹാനാൻ. ഇവർ എല്ലാവരും ആസേലിന്റെ പുത്രന്മാർ. അവന്റെ സഹോദരനായ യേശക്കിന്റെ പുത്രന്മാർ: അവന്റെ ആദ്യജാതൻ ഊലാം, രണ്ടാമൻ യെവൂശ്, മൂന്നാമൻ എലിഫെലേത്ത്. ഊലാമിന്റെ പുത്രന്മാർ പരാക്രമശാലികളും വില്ലാളികളുമായിരുന്നു. അവർക്ക് അനേകം പുത്രന്മാരും പൗത്രന്മാരും ഉണ്ടായിരുന്നു. അവരുടെ സംഖ്യ 150. ഇവർ എല്ലാവരും ബെന്യാമീന്റെ സന്തതികൾ. ദിനവൃത്താന്തം 1-ാം പുസ്തകം 9-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 1 ദിനവൃത്താന്തം 9-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഇസ്രയേൽ മുഴുവനും വംശാവലിയായി ചാർത്തപ്പെട്ടിരുന്നു. അത് ഇസ്രയേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യഹൂദയെയോ അവരുടെ അകൃത്യനിമിത്തം ബദ്ധരാക്കി ബാബേലിലേക്ക് കൊണ്ടുപോയി. അവരുടെ അവകാശത്തിലും പട്ടണങ്ങളിലും ഉണ്ടായിരുന്ന ആദ്യ നിവാസികൾ ഇസ്രയേല്യരും പുരോഹിതന്മാരും ലേവ്യരും ദൈവാലയദാസന്മാരുമായിരുന്നു. യെരൂശലേമിലോ ചില യഹൂദ്യരും ബെന്യാമീന്യരും എഫ്രയീമ്യരും മനശ്ശെയരും പാർത്തു. അവരാരെന്നാൽ യഹൂദയുടെ മകനായ പേരെസിന്റെ മക്കളിൽ ബാനിയുടെ മകനായ ഇമ്രിയുടെ മകനായ ഒമ്രിയുടെ മകനായ അമ്മിഹൂദിന്റെ മകൻ ഊഥായി. ശീലോന്യരിൽ ആദിജാതനായ അസായാവും അവന്റെ പുത്രന്മാരും സേരഹിന്റെ പുത്രന്മാരിൽ യെയുവേലും അവരുടെ സഹോദരന്മാരുമായ 690 പേരും. ബെന്യാമീൻ പുത്രന്മാരിൽ ഹസനൂവയുടെ മകനായ ഹൊദവ്യാവിന്റെ മകനായ മെശുല്ലാമിന്റെ മകനായ സല്ലൂവും യെരോഹാമിന്റെ മകനായ ഇബ്നെയാവും മിക്രിയുടെ മകനായ ഉസിയുടെ മകൻ ഏലയും ഇബ്നെയാവിന്റെ മകനായ രയുവേലിന്റെ മകനായ ശെഫത്യാവിന്റെ മകൻ മെശുല്ലാമും. തലമുറ തലമുറയായി അവരുടെ സഹോദരന്മാർ ആകെ 956 പേരും. ഈ പുരുഷന്മാരൊക്കെയും താന്താങ്ങളുടെ പിതൃഭവനങ്ങളിൽ കുടുംബത്തലവന്മാരായിരുന്നു. പുരോഹിതന്മാരിൽ യെദായാവും യഹോയാരീബും യാഖീനും അഹീത്തൂബിന്റെ മകനായ മെരായോത്തിന്റെ മകനായ സാദോക്കിന്റെ മകനായ മെശുല്ലാമിന്റെ മകനായ ഹിൽക്കിയാവിന്റെ മകനായി ദൈവാലയാധിപനായ അസരിയാവും മൽക്കിയാവിന്റെ മകനായ പശൂരിന്റെ മകനായ യെരോഹാമിന്റെ മകൻ അദായാവും ഇമ്മോരിന്റെ മകനായ മിശില്ലേമിത്തിന്റെ മകനായ മെശുല്ലാമിന്റെ മകനായ യഹ്സേരയുടെ മകനായ അദിയേലിന്റെ മകനായ മയശായിയും. പിതൃഭവനങ്ങൾക്ക് തലവന്മാരായ അവരുടെ സഹോദരന്മാരും ആകെ 1760 പേർ. ഇവർ ദൈവാലയത്തിലെ ശുശ്രൂഷയുടെ വേലയ്ക്ക് ബഹുപ്രാപ്തന്മാരായിരുന്നു. ലേവ്യരിലോ മെരാര്യരിൽ ഹശബ്യാവിന്റെ മകനായ അസ്രീക്കാമിന്റെ മകനായ ഹശൂബിന്റെ മകനായ ശെമയ്യാവും ബക്ബെക്കാരും ഹേറശും ഗാലാലും ആസാഫിന്റെ മകനായ സിക്രിയുടെ മകനായ മീഖയുടെ മകനായ മഥന്യാവും യദൂഥിന്റെ മകനായ ഗാലാലിന്റെ മകനായ ശെമയ്യാവിന്റെ മകൻ ഓബദ്യാവും നെതോഫാത്യരുടെ ഗ്രാമങ്ങളിൽ പാർത്ത എൽക്കാനയുടെ മകനായ ആസയുടെ മകൻ ബേരെഖ്യാവും വാതിൽക്കാവലക്കാർ ശല്ലൂമും അഖൂബും തൽമോനും അഹീമാനും അവരുടെ സഹോദരന്മാരും. ശല്ലൂം തലവനായിരുന്നു. ലേവ്യപാളയത്തിൽ വാതിൽക്കാവൽക്കാരായ ഇവർ കിഴക്കുവശത്ത് രാജപടിവാതിൽക്കൽ ഇന്നുവരെ കാവൽ ചെയ്തുവരുന്നു. കോരഹിന്റെ മകനായ
എബ്യാസാഫിന്റെ മകനായ കോരയുടെ മകൻ ശല്ലൂമും അവന്റെ പിതൃഭവനത്തിലെ അവന്റെ സഹോദരന്മാരായ കോരഹ്യരും കൂടാരത്തിന്റെ ഉമ്മരപ്പടിക്കൽ കാവൽക്കാരായ ശുശ്രൂഷയുടെ വേലയ്ക്ക് മേൽവിചാരകന്മാരായിരുന്നു. അവരുടെ പിതാക്കന്മാരും യഹോവയുടെ പാളയത്തിനു മേൽവിചാരകന്മാരായി പ്രവേശനപാലകരായിരുന്നു. എലായാസാറിന്റെ മകനായ ഫീനഹാസ് പണ്ട് അവരുടെ അധിപനായിരുന്നു. യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. മെശലേമ്യാവിന്റെ മകനായ സക്കരിയാവ് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ കാവൽക്കാരനായിരുന്നു. ഉമ്മരപ്പടിക്കൽ കാവൽക്കാരായി നിയമിക്കപ്പെട്ടിരുന്ന ഇവർ ആകെ 212 പേർ. അവർ തങ്ങളുടെ ഗ്രാമങ്ങളിൽ വംശാവലി പ്രകാരം ചാർത്തപ്പെട്ടിരുന്നു. ദാവീദും ദർശകനായ ശമൂവേലും ആയിരുന്നു അവരെ അതത് ഉദ്യോഗത്തിലാക്കിയത്. ഇങ്ങനെ അവരും അവരുടെ പുത്രന്മാരും കൂടാരനിവാസമായ യഹോവാലയത്തിന്റെ വാതിലുകൾക്ക് കാവൽമുറപ്രകാരം കാവൽക്കാരായിരുന്നു. കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും ഇങ്ങനെ 4 വശത്തും കാവൽക്കാരുണ്ടായിരുന്നു. ഗ്രാമങ്ങളിലെ അവരുടെ സഹോദരന്മാർ 7-ാം ദിവസം തോറും മാറി മാറി വന്നു അവരോടുകൂടെ ഊഴക്കാരായിരുന്നു. വാതിൽ കാവൽക്കാരിൽ പ്രധാനികളായ ഈ 4 ലേവ്യരും ഉദ്യോഗസ്ഥന്മാരായ ദൈവാലയത്തിലെ അറകൾക്കും ഭണ്ഡാരത്തിനും മേൽവിചാരം നടത്തി. കാവലും രാവിലെ തോറും വാതിൽ തുറക്കുന്ന മുറയും അവർക്കുള്ളതുകൊണ്ട് അവർ ദൈവാലയത്തിന്റെ ചുറ്റും രാപാർത്തുവന്നു. അവരിൽ ചിലർക്കു ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളുടെ വിചാരണ ഉണ്ടായിരുന്നു. അവയെ എണ്ണിയിട്ട് അകത്തു കൊണ്ടുപോകുകയും പുറത്തു കൊണ്ടുവരികയും ചെയ്യും. അവരിൽ ചിലരെ ഉപകരണങ്ങൾക്കും സകല വിശുദ്ധ പാത്രങ്ങൾക്കും മാവ്, വീഞ്ഞ്, കുന്തിരുക്കം, സുഗന്ധവർഗ്ഗം എന്നിവയ്ക്കും മേൽവിചാരകരായി നിയമിച്ചിരുന്നു. പുരോഹിതപുത്രന്മാരെ ചില സുഗന്ധതൈലം ഉണ്ടാക്കും. ലേവ്യരിൽ ഒരുത്തനായി കോരഹ്യനായ ശല്ലൂമിന്റെ ആദ്യജാതൻ മഥിഥ്യാവിന് ചട്ടികളിൽ ചുട്ടുണ്ടാക്കിയ സാധനങ്ങളുടെ മേൽവിചാരണ ഉണ്ടായിരുന്നു. കെഹത്യരായ അവരുടെ സഹോദരന്മാരിൽ ചിലർക്ക് ശബത്ത് തോറും കാഴ്ചയപ്പം ഒരുക്കുവാനുള്ള ചുമതല ഉണ്ടായിരുന്നു. ലേവ്യരുടെ പിതൃഭവനങ്ങളിൽ പ്രധാനന്മാരായ ഇവർ സംഗീതക്കാരായി ആകാരങ്ങളിൽ പാർത്തിയിരുന്നു. അവർ രാവും പകലും തങ്ങളുടെ വേലയിൽ ഭാരപ്പെട്ടിരുന്നതുകൊണ്ട് മറ്റ് ശുശ്രൂഷകളിൽ നിന്ന് ഒഴിവുള്ളവരായിരുന്നു. ഈ പ്രധാനികൾ ലേവ്യരുടെ പിതൃഭവനങ്ങൾക്ക് തലമുറ തലമുറയായ തലവന്മാരായിരുന്നു. അവർ യെരൂശലേമിൽ പാർത്തുവന്നു. ഗിബെയോനിൽ ഗിബെയോന്റെ പിതാവായ യെയീയേലും അവന്റെ ഭാര്യയ്ക്കു മയഖ എന്നു പേർ. അവന്റെ മൂത്ത മകൻ അബ്ദോൻ, സൂർ, ഖീശ്, ബാൽ, നേർ, നാദാബ്, ഗദോർ, അഹ്യോ, സക്കരിയാവ്, മിക്ലോത്ത് എന്നിവരും പാർത്തു. മിക്ലോത്ത് ശിമയാമിനെ ജനിപ്പിച്ചു. അവർ തങ്ങളുടെ സഹോദരന്മാരോടുകൂടെ യെരൂശലേമിൽ തങ്ങളുടെ സഹോദരന്മാർക്ക് എതിരെ പാർത്തു. നേർ കീശിനെ ജനിപ്പിച്ചു. കീശ് ശൌലിനെ ജനിപ്പിച്ചു. ശൌൽ യോനാഥാനെയും മൽക്കിശൂവയെയും അബീനാദാബിനെയും യെശ്ബാലിനെയും ജനിപ്പിച്ചു. യോനാഥാന്റെ മകൻ മെരിബാൽ, മെരിബാൽ മീഖയെ ജനിപ്പിച്ചു. മീഖയുടെ പുത്രന്മാർ പീഥോൻ, മേലക്, തഹ്രേയ, ആഹാസ്. ആഹാസ് യാരയെ ജനിപ്പിച്ചു. യാര അലേമെത്തിനെയും അസ്മവെത്തിനെയും സിമ്രിയെയും ജനിപ്പിച്ചു. സിമ്ര മോസയെ ജനിപ്പിച്ചു. മോസ ബീനയെ ജനിപ്പിച്ചു. അവന്റെ മകൻ രഫയാവ്. അവന്റെ മകൻ എലാസ. അവന്റെ മകൻ ആസേൽ. ആസേലിന് 6 മക്കളുണ്ടായിരുന്നു. അവരുടെ പേരുകൾ അസ്രീഖാം, ബെഖ്രു, ഇഷ്മായേൽ, ശേര്യാവ്, ഓബദ്യാവ്, ഹാനാൻ. ഇവർ ആസേലിന്റെ മക്കൾ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ശ്രീമാനായ തെയോഫിലോസേ, ആദ്യമുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു. യഹൂദ്യ രാജാവായ ഹെരോദാവിന്റെ കാലത്ത് അബിയാക്കൂറിൽ സക്കരിയാവ് എന്നു പേരുള്ള ഒരു പുരോഹിതനുണ്ടായിരുന്നു. അവന്റെ ഭാര്യ അഹരോന്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്കും എലിശബേത്ത് എന്നു പേർ. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു. എലിശബേത്ത് മച്ചിയാകൊണ്ട്
അവർക്ക് സന്തതിയില്ലാഞ്ഞു. ഇരുവരും വയസ്സു ചെന്നവരും ആയിരുന്നു. അവൻ കൂറിന്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൌരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിന്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നറുക്കുവന്നു. ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹം ഒക്കെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. സെക്കരിയാവ് അവനെ കണ്ട് ഭ്രമിച്ചു ഭയപരവശനായി. ദൂതൻ അവനോട് പറഞ്ഞത്, സെക്കരിയാവെ, ഭയപ്പെടേണ്ട. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്നു പേരിടേണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവന്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിച്ചുവരുത്തും. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചും കൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിനു വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. സെക്കരിയാവ് ദൂതനോട്, ഇത് ഞാൻ എന്തൊന്നിനാൽ അറിയും? ഞാൻ വൃദ്ധനും എന്റെ ഭാര്യ വയസ്സു ചെന്നവളുമല്ലോ എന്ന് പറഞ്ഞു. ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധി നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. തക്ക സമയത്ത് നിവൃത്തി വരുവാനുള്ള എന്റെ ഈ വാക്ക് വിശ്വസിക്കായകൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ജനം സെക്കരിയാവിനായി കാത്തിരുന്നു. അവൻ മന്ദിരത്തിൽ താമസിച്ചതിനാൽ ആശ്ചര്യപ്പെട്ടു. അവൻ പുറത്തു വന്നാറെ അവരോട് സംസാരിപ്പാൻ കഴിഞ്ഞില്ല. അതിനാൽ അവൻ മന്ദിരത്തിൽ ഒരു ദർശനം കണ്ടു എന്ന് അവർ അറിഞ്ഞു. അവൻ അവർക്കു ആംഗ്യം കാട്ടി ഊമനായി പാർത്തു. അവന്റെ ശുശ്രൂഷകാലം തികഞ്ഞ ശേഷം അവൻ വീട്ടിലേക്ക് പോയി. ആ നാളുകൾ കഴിഞ്ഞിട്ട് അവന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന് നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു 5 മാസം ഒളിച്ചു പാർത്തു. 6 മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നാസറേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്ന് ആയിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്തു ചെന്നു, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെയുണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു, ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയയെ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്നു പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിനു എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിനു അവസാനം ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6 മാസം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ടു ചെന്നു. സെക്കരിയാവിന്റെ വീട്ടിൽ എത്തി എലിസബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവരുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? നിന്റെ വന്ദനസ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അരുളി ചെയ്ത് നിവൃത്തിയുണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു.
എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്നു വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അവന്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്നിറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. മറിയ ഏകദേശം 3 മാസം അവളോടുകൂടെ പാർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എലീശബേത്ത് പ്രസവിപ്പാനുള്ള കാലം തികഞ്ഞപ്പോൾ അവൾ ഒരു മകനെ പ്രസവിച്ചു. കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു എന്ന് അയൽക്കാരും ചാർച്ചക്കാരും കേട്ടിട്ട് അവളോടുകൂടെ സന്തോഷിച്ചു. 8-ാം നാളിൽ അവർ പൈതലിനെ പരിച്ഛേദന ചെയ്യുവാൻ വന്നു. അപ്പന്റെ പേർ പോലെ അവന് സക്കരിയാവ് എന്നു പേർ വിളിപ്പാൻ ഭാവിച്ചു. അവന്റെ അമ്മയോ അല്ല, അവന് യോഹന്നാൻ എന്നു പേരിടേണം എന്നു പറഞ്ഞു. അവർ അവളോട്, നിന്റെ ചാർച്ചയിൽ ഈ പേരുള്ളവർ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അവന് എന്തു പേർ വിളിപ്പാൻ വിചാരിക്കുന്നു എന്നു അപ്പനോട് ആംഗ്യം കാട്ടി ചോദിച്ചു. അവനൊരു എഴുത്തുപലക ചോദിച്ചു. അവന്റെ പേർ യോഹന്നാൻ എന്നെഴുതി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഉടനെ അവന്റെ വായും നാവും തുറന്നു. അവൻ സംസാരിച്ച് ദൈവത്തെ സ്തുതിച്ചു. ചുറ്റും പാർക്കുന്നവർക്ക് എല്ലാം ഭയമുണ്ടായി. യഹൂദ്യ മലനാട്ടിൽ എങ്ങും ഈ വാർത്തയൊക്കെയും പരന്നു. കേട്ടവർ എല്ലാവരും അത് ഹൃദയത്തിൽ നിക്ഷേപിച്ചു. ഈ പൈതൽ എന്താകും എന്ന് പറഞ്ഞു. കർത്താവിന്റെ കൈ അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവന്റെ അപ്പനായ സക്കരിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിച്ചു പറഞ്ഞത്, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും ആദ്യമുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തുനിന്നും നമ്മെ പകയ്ക്കുന്ന ഏവരുടെയും കൈയിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ തന്റെ ദാസനായ ദാവീദിന്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത്. നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കൈയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്നും അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും തന്റെ വിശുദ്ധ നിയമവും ഓർത്തതും കൊണ്ട് ആകുന്നു. നീയോ പൈതലേ, അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിന്റെ ആർദ്രകരുണയാൽ അവന്റെ ജനത്തിനു പാപമോചനത്തിൽ നിന്ന് രക്ഷാപരിജ്ഞാനം കൊടുപ്പാനുമായി നീ അവനു മുമ്പായി നടക്കും. ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ചു നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്രകരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു. അവൻ ഇസ്രായേലിന് തന്നെത്താൻ കാണിക്കുന്നാൾ വരെ മരുഭൂമിയിൽ ആയിരുന്നു. സദൃശവാക്യങ്ങൾ 21-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. സദൃശവാക്യങ്ങൾ 21-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. രാജാവിന്റെ ഹൃദയം യഹോവയുടെ കൈയിൽ നീർത്തോട് കണക്കെ ഇരിക്കുന്നു. തനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെയും അവൻ അതിനെ തിരിക്കുന്നു. മനുഷ്യന്റെ വഴിയൊക്കെയും അവന് ചൊവ്വായി തോന്നുന്നു. യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. നീതിയും ന്യായവും പ്രവർത്തിക്കുന്നത് യഹോവയ്ക്ക് ഹനനയാഗത്തേക്കാൾ ഇഷ്ടം. ഗർവമുള്ള കണ്ണും അഹങ്കാര ഹൃദയവും ദുഷ്ടന്മാരുടെ ദീപവും പാപം തന്നെ. ഉത്സാഹിയുടെ വിചാരങ്ങൾ സമൃദ്ധിഹേതുകൾ ആകുന്നു. ബദ്ധപ്പാടുകാരൊക്കെയും ബുദ്ധിമുട്ടിലേക്കത്രേ ബന്ധപ്പെടുന്നത്. കള്ളനാവുകൊണ്ട് ധനം സമ്പാദിക്കുന്നത് പാറിപ്പോകുന്ന ആവിയാകുന്നു. അതിനെ അന്വേഷിക്കുന്നവർ മരണത്തെ അന്വേഷിക്കുന്നു. ദുഷ്ടന്മാരുടെ സാഹസം അവർക്ക് നാശഹേതുവാകുന്നു. ന്യായം ചെയ്യുവാൻ അവർക്ക് മനസ്സില്ലല്ലോ. അകൃത്യഭാരം ചുമക്കുന്നവന്റെ വഴി വളഞ്ഞിരിക്കുന്നു. നിർമ്മലന്റെ പ്രവൃത്തിയോ ചൊവ്വുള്ളത് തന്നെ. ശണ്ട കൂടുന്ന സ്ത്രീയോടുകൂടെ പൊതുവീട്ടിൽ പാർക്കുന്നതിനേക്കാൾ മേൽപ്പുരയുടെ ഒരു കോണിൽ പാർക്കുന്നത് നല്ലത്. ദുഷ്ടന്റെ മനസ്സ് ദോഷത്തെ ആഗ്രഹിക്കുന്നു. അവന് കൂട്ടുകാരനോട് ദയ തോന്നുന്നതുമില്ല. പരിഹാസിയെ ശിക്ഷിച്ചാൽ അല്പബുദ്ധി ജ്ഞാനിയായിത്തീരും. ജ്ഞാനിയെ ഉപദേശിച്ചാൽ അവൻ പരിജ്ഞാനം പ്രാപിക്കും. നീതിമാനായവൻ ദുഷ്ടന്റെ ഭവനത്തിന്മേൽ ദൃഷ്ടിവെക്കുന്നു. ദുഷ്ടന്മാരുടെ നാശത്തിലേക്ക് മറിച്ചു കളയുന്നു. എളിയവന്റെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയുന്നവൻ
താനും വിളിച്ചപേക്ഷിക്കും, ഉത്തരം ലഭിക്കയില്ല. രഹസ്യത്തിൽ ചെയ്യുന്ന ദാനം കോപത്തെയും മടിയിൽ കൊണ്ടുവരുന്ന സമ്മാനം ഉഗ്രകോപത്തെയും ശമിപ്പിക്കുന്നു. ന്യായം പ്രവർത്തിക്കുന്നത് നീതിമാന് സന്തോഷവും ദുഷ്പ്രവർത്തിക്കാർക്ക് ഭയങ്കരവുമാകുന്നു. വിവേകമാർഗം വിട്ടു നടക്കുന്നവൻ മൃതന്മാരുടെ കൂട്ടത്തിൽ വിശ്രമിക്കും. ഉല്ലാസപ്രിയൻ ദരിദ്രനായി തീരും. വീഞ്ഞും തൈലവും പ്രിയപ്പെടുന്നവൻ ധനവാനാകയില്ല. ദുഷ്ടൻ നീതിമാനും മറുവിലയാകും. ദ്രോഹി നേരുള്ളവർക്ക് പകരമായി തീരും. ശണ്ഠയും ദുശീലവുമുള്ള സ്ത്രീയോടുകൂടെ പാർക്കുന്നതിലും നിർജ്ജന പ്രദേശത്ത് പോയി പാർക്കുന്നത് നല്ലത്. ജ്ഞാനിയുടെ പാർപ്പിടത്തിൽ വിലയേറിയ നിക്ഷേപവും തൈലവും ഉണ്ട്. മൂഢനോ അവയെ ദുർവ്യയം ചെയ്തു കളയുന്നു. നീതിയും ദയയും പിന്തുടരുന്നവൻ ജീവനും നീതിയും മാനവും കണ്ടെത്തും. ജ്ഞാനി വീരന്മാരുടെ പട്ടണത്തിൽ കയറുകയും അതിന്റെ ആശ്രയമായ കോട്ടയെ ഇടിച്ചുകളയുകയും ചെയ്യുന്നു. വായും നാവും സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു. നിഗളവും ഗർവവും ഉള്ളവന് പരിഹാസി എന്നു പേർ. അവൻ ഗർവത്തിന്റെ അഹങ്കാരത്തോടെ പ്രവർത്തിക്കുന്നു. മടിയന്റെ കൊതി അവന് മരണഹേതു. വേല ചെയ്യുവാൻ അവന്റെ കൈകൾ മടിക്കുന്നുവല്ലോ. ചിലർ നിത്യം അത്യാഗ്രഹത്തോടെ ഇരിക്കുന്നു. നീതിമാനോ ലോഭിക്കാതെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ദുഷ്ടന്മാരുടെ ഹനനയാഗം വെറുപ്പാകുന്നു. അവൻ ദുരാന്തരത്തോടെ അത് അർപ്പിച്ചാൽ എത്രയധികം. കള്ളസാക്ഷി നശിച്ചുപോകും. ശ്രദ്ധിച്ചു കേൾക്കുന്നവനോ എപ്പോഴും സംസാരിക്കാം. ദുഷ്ടൻ മുഖദാഷ്ട്യം കാണിക്കുന്നു. നേരുള്ളവനോ തന്റെ വഴി നന്നാക്കുന്നു. യഹോവയ്ക്കെതിരെ ജ്ഞാനവുമില്ല, ബുദ്ധിയുമില്ല, ആലോചനയുമില്ല. കുതിരയെ യുദ്ധദിവസത്തേക്ക് ചമയിക്കുന്നു. ജയമോ യഹോവയുടെ കൈവശത്തിലായിരിക്കുന്നു.